നമ്മൾ ഒരിക്കലും ചെടിയരല്ല അല്ലേ, നമ്മൾ ആത്മീയരാണ്. പക്ഷേ നമുക്ക് പോരാട്ടമുണ്ട് അല്ലേ. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പം നമ്മളെ തകർക്കുവാൻ വേണ്ടി മാക്സിമം പിശാച് നമുക്കെതിരായി പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ദൈവം നമ്മളോട് പറയുന്ന ജഡത്തിൽ നമ്മൾ ജീവിക്കാനുള്ളവരല്ല. നമുക്ക് ഒരു ആത്മബലം നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാപിച്ചെടുക്കണം. അതിന് നമ്മൾ കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ആത്മബലം പ്രാപിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ജഡം എപ്പോഴും കംഫോർട്ട് സോണിലിരിക്കാൻ ഇഷ്ടപ്പെടുന്നത്. കംഫോർട്ട് സോൺ എന്ന് പറഞ്ഞാൽ സുഖം, പല സുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിടന്നുറങ്ങണമെന്ന് തോന്നും, ചിലപ്പോൾ നമ്മൾ ലേസി ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് ബൈബിൾ വായിക്കണമെന്ന് തോന്നത്തില്ല, ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നത്തില്ല. അങ്ങനെ നമ്മൾ പല 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 കാര്യങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ ജോലി, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇൻവോൾവ് ആണ്. അപ്പം നമ്മുടെ ജഡം എന്ത് ചെയ്യുന്നറിയോ, പ്രബലപ്പെടും. നമ്മുടെ സ്പിരിറ്റ് എന്ത് ചെയ്യും, വീക്കാവും. സ്പിരിറ്റ് വീക്കായ വി കാൺട്ട് സ്റ്റേ ഇൻ സ്പിരിച്വൽ ലൈഫ്. നമുക്കെന്താ സ്പിരിച്വൽ ലൈഫിൽ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ സ്പിരിച്വൽ ലൈഫ് സ്ട്രോങ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്പിരിറ്റിനെ വളർത്തണം. സ്പിരിറ്റിന് ഇഷ്ടമില്ലാത്ത, നമ്മുടെ ആത്മാവിന് ബലം പകരുന്നതല്ലാത്തതൊന്നും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തിരഞ്ഞെടുക്കരുത്. നമ്മളുടെ ഓരോ ദിവസത്തെയും നമ്മൾ അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര സമയം വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേസ്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഫോണിൽ ഒത്തിരി സമയം കളയുന്നുണ്ട്. നമ്മുടെ ഒരു ശത്രു തന്നെയാണ് ഫോൺ. എനിമി, ലൈഫ് സ്പോയിൽ ചെയ്യുന്ന എനിമിയാണ് ഫോൺ. അപ്പം നമ്മുടെ ഫോൺ നല്ല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ, നല്ല കാര്യങ്ങൾക്കൊന്നും യൂസ് ചെയ്യാണ്ട് ഞാൻ പറയത്തില്ല. പക്ഷേ നമ്മളുടെ ജഡത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് നമ്മളെ വിട്ടുകൊടുക്കാതിരിക്കുക. നമ്മൾ ആത്മീയരാണ്, നമ്മളിലൊരു ആത്മാവ് വസിക്കുന്നു. ആത്മാവിനെ നമ്മൾ ബലപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അപ്പം ആത്മാവിനുള്ളത് ചിന്തിക്കുക, ആത്മാവിനുള്ളത് പ്രവർത്തിക്കുക, ആത്മാവിനുള്ളത് സംസാരിക്കുക. എന്നാൽ മാത്രമേ ഒരു ആത്മീയനായി നമുക്ക് ഉറച്ചു നിൽക്കാൻ പറ്റൂ. അല്ലാത്ത പക്ഷം പാപത്തിൽ നമ്മൾ വീഴും, തോറ്റുപോകും. അതുകൊണ്ട് കർത്താവ് പറയുന്നത് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിപ്പിൻ. മനസ്സിലായി, ഉണർന്ന് പ്രാർത്ഥിക്കുക. അപ്പം നമുക്ക് സുഖം, കംഫോർട്ട് സോണുകളൊക്കെ അങ്ങ് പോകും. കംഫോർട്ട് സോൺ സുഖിച്ചുകൊണ്ടിരുന്നാൽ പറ്റാൻ പറ്റില്ല. നമ്മളവിടെ എണീക്കുന്ന 5:30 എണീച്ച് 6:30 വരെ നമ്മൾ അന്യഭാഷ ആരാധിച്ചുകൊണ്ടിരിക്കുക. നത്തിങ് എൽസ്, അതിന് അപ്പുറത്തൊന്നുമില്ല. അന്യഭാഷയിൽ ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ മൊത്തം പിള്ളേരും വരും. വേണ്ടവർക്ക് എണീച്ച് നടക്കാം, അല്ലാത്തവർക്ക് ഇരിക്കാം. അങ്ങനെ ഫുൾ ആളുകളും ഫോക്കസ് ഓൺ ദൈവത്തിൽ ഫോക്കസ് ചെയ്താണ് അവർ. അപ്പം നമ്മുടെ കംഫോർട്ട് സോണുകൾ, ഈ ദിവസങ്ങൾ നമ്മുടെ കംഫോർട്ട് സോണുകൾ നമ്മൾ പൂട്ടിക്കണം. പലതും നമുക്ക് ഇഷ്ടമുള്ളതുണ്ട്, പലതുമുണ്ട്. പലരുമായിട്ട് സംസാരിച്ച് നമുക്ക് സമയം കളയാം, പല കാര്യങ്ങൾ ചെയ്യാം അല്ലേ. എനിക്ക് ശരിയാ, ഞാൻ അത്രയും ഫോണിലൊന്നും അത്രയും യൂസ് ചെയ്തില്ലെങ്കിൽ ചെടി, കൃഷി, ജോലി, അങ്ങനെ അതെനിക്കൊരു ബർഡനായിരുന്നു, എനിക്കൊരു ഭാരമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ആ ഭാരം കൊണ്ട് എനിക്ക് തന്നെ ചിലപ്പോൾ എന്നോട് ദൈവം പറയുമ്പോൾ, ഇത് നീ പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ ഈ ജോലിയുണ്ട്, ആ ജോലിയുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. അങ്ങനെ ചിലപ്പോൾ പ്രാർത്ഥിക്കും. ചില സമയത്ത് അർജൻസിയിൽ എന്ത് ചെയ്യും, നമ്മൾ ആ ജോലിയുടെ പുറകെ അങ്ങ് പോകും. പക്ഷെ അർജൻസിയെല്ലാം നമ്മൾ മാറ്റിവെച്ച് ദൈവത്തിന് വേണ്ടി നമ്മൾ സമയം കൊടുത്താൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊടുക്കും. എവറി സാക്രിഫൈസ് ക്യാരീസ് എ സൂപ്പർ നാച്ചുറൽ പവർ എന്ന് മനസ്സിലായോ. ഏത് സാക്രിഫൈസ്, നമ്മൾ എന്തിനെ സാക്രിഫൈസ് ചെയ്താലും അതിന് പിന്നിലൊരു സൂപ്പർ നാച്ചുറൽ പവറുണ്ട്. അപ്പം നമ്മൾ ഈ ദിവസങ്ങളിൽ നമുക്കിഷ്ടമുള്ളതിനെ, ജഡത്തിന് ഇഷ്ടമുള്ളതിനെ എല്ലാം മാറ്റിവെച്ച് ദൈവേഷ്ടത്തിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അതപ്പം കൺമോഹം, ജീവിതത്തിൻ്റെ പ്രതാപം, ചിലപ്പം ഓരോരുത്തർക്കും ഓരോ ഇതിലോട്ടാണ് താല്പര്യം അല്ലേ. നമ്മൾ യൗവനക്കാരാകുമ്പം മറ്റ് ആളുകളോട് താല്പര്യം തോന്നാം. അങ്ങനെ ഓരോ ഏജിനും, അല്ലെങ്കിൽ ചിലപ്പം നമ്മൾക്ക് പൈസയോടായിരിക്കും, ചിലപ്പോൾ നമുക്ക് പല പല സാധനങ്ങളോടല്ലേ, ഓരോരുത്തർക്കും ഓരോ ഇതാണ്. അപ്പം അങ്ങനെയുള്ള അത് ഈ ദിവസങ്ങളിൽ നമ്മൾ നന്നായിട്ട് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഈ സ്പിരിച്വൽ വേൾഡ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് വാർഫെയർ വേൾഡ്. ഇതൊരു വാർഫെയർ, യുദ്ധക്കളമാണ്. ഈ യുദ്ധക്കളത്തിൽ നമ്മൾ, അതുകൊണ്ടാണ് പറയുന്നത് ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകർ അല്ലേ. അനേകർ ഓടുന്നുണ്ട്, പക്ഷെ വിരുദ് പ്രാപിക്കുന്ന ഏകൻ മാത്രമാണ്. ആ വിരുദിൻ്റെ കൂട്ടത്തിൽ നമ്മളും വേണ്ടതാണ്, അല്ലെ നമ്മുടെ ഓട്ടമെല്ലാം നഷ്ടമാകും. നാളെ നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ റെഡി ആവേണ്ടത് ആവശ്യമാണ്.